വീണ് കിടക്കുന്നവനെ ചവിട്ടരുത് എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയും ധാർമ്മിക ബോധവുമാണ്. പേർളി മാണിക്കും അഖിൽ മാരാർക്കുമെതിരെ ഇപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾ കണ്ട് വിഷമം തോന്നി. രണ്ടുപേരെയും വിമർശിച്ച് വീഡിയോ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ മാപ്പ് പറയുമ്പോഴോ മാറ്റി പറയുമ്പോഴോ അവരെ സ്വാഗതം ചെയ്യുകയും ആദരമർപ്പിക്കുന്നതിനും പകരം അവരെ ചവിട്ടിത്തേക്കാൻ പോകുന്നത് വളരെ കഷ്ടമാണ്. പേർളി മാണിയുടെ മാപ്പ് മുഴുവൻ ഞാൻ 2 തവണ ഇരുന്ന് കേട്ടു. അഖിൽ മാരാറിന്റെ പ്രസ് മീറ്റ് മുഴുവൻ 2 or 3 തവണ ഞാൻ ഇത് വ്യക്തമായി കേട്ടു. 2-3 പേര് പറയുന്നു, ഇവരുടെ പറയുന്ന പല കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. അഖിൽ മാരാർ NDAയിലേക്ക് വരാൻ തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അച്ഛൻ, കോൺഗ്രസ്സുകാരനായ അച്ഛൻ മിണ്ടാതെയായി. അദ്ദേഹത്തിന്റെ ബെൻസ് വിൽക്കേണ്ടി വന്നു, അദ്ദേഹത്തിന്റെ വണ്ടി വിറ്റു, ഭാര്യയുടെ സ്വർണം പണയം വെച്ചു. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം മനസ്സ് പൊട്ടി പറയുകയാണ്. അദ്ദേഹത്തോട് നിങ്ങൾക്ക് വിയോജിക്കാം അല്ലെങ്കിൽ യോജിക്കാം, പക്ഷേ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് പേർളിയെ വിമർശിച്ച് 2-3 വീഡിയോ ചെയ്ത വ്യക്തിയാണ് ഞാൻ. പേർളിയും രഞ്ജിനി ഹരിദാസ് ആണ് ശരി, പേർളി തെറ്റാണ്, പേർളി ഈ പറയുന്ന സോ കോൾഡ് ക്രിസംഗി ലൈൻ എടുക്കരുതെന്ന്. പേർളി മാപ്പ് പറയുകയും പേർളി എന്ന് പറയുന്ന അഖിൽ മാരാർ എന്ന് പറയുന്ന 2 സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സ് അവർക്ക് പറ്റിയ ശരിയല്ലാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും പേർളി അതിന് നിരുപാധികം മാപ്പ് പറയുകയും അഖിൽ മാരാർ തന്റെ നിലപാടിലെ ചില പിശകുകൾ മാറ്റുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ട കേരള പൊതുസമൂഹം അവരെ തള്ളി പറയുന്നതല്ല. അങ്ങനെ തള്ളിക്കളയിലല്ല, തള്ളി പറയുന്നതിലല്ല, ചേർത്ത് നിൽക്കുന്നതാണ് നന്മ. അതാണ് ഗാന്ധിയൻ ദർശനം. രണ്ടുപേരുടെയും റെസ്പോൺസിന്റെ പ്രമുഖ ഭാഗങ്ങൾ കേൾക്കാം. നമ്മളത് കേൾക്കേണ്ടതാണ്. ഈ എല്ലാരെയും തള്ളി പറയുകയും തള്ളിക്കളയുകയും ചെയ്യുന്നതിന് എന്ത് നന്മയാണുള്ളത്? ഈ ഒരു പോസ്റ്റാണ് ഞാൻ ഇട്ടത്. ഇതിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം കുറച്ചു നേരത്തേക്ക് ആക്ച്വലി എല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ ഇതിടുന്ന എനിക്ക് തോന്നുന്നു ഒരു 11-10 മണി ആ ടൈമിലൊക്കെയാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് പോസ്റ്റ് ചെയ്ത് തുടക്കത്തില് ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ എന്തിട്ടാലും അതിനൊരു നല്ല വശവും കാണുന്നവരുണ്ടാവും, ചീത്ത വശവും കാണുന്നവരുണ്ടാവും. പക്ഷെ മെജോറിറ്റി ആൾക്കാരും നല്ല വശമാണ് കണ്ട്. പക്ഷെ ഒരു കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിന്റെ താഴെ കമന്റുകളായിട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാൻ അത് പറയുന്നത് നിങ്ങൾ സേഫ് ആയിട്ടിരിക്കണേ എന്ന് പറയുന്നതിന്റെ കൂടെയാണ് ഞാൻ അത് പറയുന്നത്. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം ആ ഒരു മൂഡിൽ പറയാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല, ഐ എം നോ ബഡി ടു സേ ദാറ്റ്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ്, ബിക്കോസ് ഞാൻ ഈ റീൽസ് ഒക്കെ കണ്ട് എല്ലാരും അടി വാങ്ങുന്നതും ചോരയും പേർളിയുടെ ഇന്റർപ്രിട്ടേഷനും വ്യാഖ്യാനമാണ്. അതിനെ ബഹുമാനിക്കുക. പേർളി പറയുന്നത് സിബി മലയാൾ സാർ അടക്കമുള്ളവരെ കുറിച്ച് പറഞ്ഞതിന് പേർളി മാപ്പ് പറയുന്നുണ്ട്. ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ എടുത്തത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് കുറെ DM-ല് ഒരു പോസ്റ്റ് മാത്രം എനിക്ക് കുറെ പേര് എടുത്തെഴുതാൻ തുടങ്ങി. ഇങ്ങനെ ഒരാള് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഇത്രയും വലിയൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പോസ്റ്റ് കണ്ടു. എനിക്ക് ഭയങ്കര ഹേർട്ടായി, ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എന്നുവെച്ചാൽ ഞാൻ എഴുതാത്ത കാര്യം എങ്ങനെയാണ് ഇത്രയും മോശമായ രീതിയിൽ, അതിനകത്തൊരു ലൈനാണ് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്തത്. ഇത് ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്, പക്ഷെ എന്നെ ഹേർട്ട് ചെയ്തൊരു മെയിൻ സാധനം എന്താന്ന് വെച്ചാല്, ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഗ്രേവിൽ ഞാൻ തുപ്പുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം സത്യമായിട്ട് എനിക്കത് ഭയങ്കര ഹേർട്ടായി. അത് കണ്ടപ്പം ഇത്രയും മോശമായിട്ട് ഞാൻ ഓണസ്റ്റ് ആയിട്ടും എന്റെ മനസ്സിൽ തട്ടി എഴുതിയ ഒരു സാധനം ഇത്രയും നെഗറ്റീവായിട്ട് അതിനെ വ്യാഖ്യാനിച്ചപ്പം എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ വിചാരിച്ചു റിയാക്ട് ചെയ്യണ്ട വിട്ടുകളാ എന്ന് വിചാരിച്ചു. പക്ഷെ ഈ സാധനം തന്നെ എന്റെ കമന്റ്സിലും വരാൻ തുടങ്ങി. നീ അവരെ നോക്കി തുപ്പുവാണ്, ആ ഒരു ചീത്ത രീതിയിലൊക്കെ കമന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി. ഞാൻ ഭയങ്കര ഹേർട്ടായി. പൊതുവെ പോസിറ്റീവ് മാത്രം കേൾക്കുന്ന ഒരാളാണ്. 11 മണി എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇതിനോട് റിയാക്ട് ചെയ്യണം. ഞാനപ്പോ ആംഗ്രി ആയി, എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. സോ ഐ വാസ് ഹേർട്ട് ആൻഡ് ഐ തോട്ട് ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതി. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ മുമ്പിൽ പിന്നെ വന്ന ഒരു സ്റ്റോറി. ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്താ വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ എഴുതിയത് അതൊരു വലിയ തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ഒരു 15-20 കുറച്ചു നേരം കഴിഞ്ഞിട്ട്, കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ അത് ഡിലീറ്റും ചെയ്തു. എന്താ വെച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കറിയാം എന്തായാലും സ്ക്രീൻഷോട്ട് പോകും. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല. ഒരു ഫെയിൽഡ് എന്നോ, നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ.
അങ്ങനെയല്ല എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത്. അത് വളരെ വലിയൊരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കാണ് അങ്ങനെ വിളിച്ചതിന്. ഐ എം സോറി. I didn't mean to say that and I'm sorry if I hurt you by saying that. അതിനുശേഷം ഞാൻ അതിനകത്ത് എഴുതിയിരുന്നു, നേരത്തെ പോസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്നെ കുറിച്ച് എഴുതിയ ആ പോസ്റ്റിൽ ലാസ്റ്റിൽ എഴുതിയിരുന്നു, എന്റെ പോസ്റ്റ് ഞാൻ ക്യാൻവയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ട്. എഴുതിയ കാര്യം ഞാൻ നോട്ട് പാഡിൽ എടുത്ത് ക്യാൻവയിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ ഒരു റേറ്റ് ചെയ്യും. വേറെ ഒന്നും ഞാൻ അത്രയും ഡീപ്പായിട്ട് ഞാൻ ചിന്തിക്കാണ്ടാണ്. അത് കളറിൽ ഒരു വ്യാഖ്യാനം അദ്ദേഹം എൻഡിൽ കൊടുത്തിരുന്നു. ഈ കളർ അറിയാം എന്താണ്, ഏത് പാർട്ടി കൂടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കി കാണിക്കുന്ന രീതിയിൽ ബിജെപിയുടെ എനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്. യെസ്, ഐ ലവ് സാഫ്രൻ ആൻഡ് ഐ ലവ് ഇറ്റ് മോസ്റ്റ് ഇൻ ദി ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറഞ്ഞു. ഇത് എഴുതി ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും അപ്പോഴേക്ക് സ്ക്രീൻഷോട്ട് എടുത്തു. അത് അദ്ദേഹത്തിനുള്ള ഒരു മറുപടിയായിരുന്നു. സത്യം പറയാലോ, ഞാൻ കേരളത്തിൽ ഇത്രയും വർഷമായി നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ വളരുന്നത്. 18 വയസ്സ് തൊട്ട് ഞാൻ തുടങ്ങിയാണ് എൻ്റെ ഈ കരിയർ. നിങ്ങളുടെ മുൻപിലാണ് ഞാൻ ഈ മുഴുവൻ എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് ജീവിച്ചിട്ടുള്ളത്. ഇന്നേ വരെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഐ എം ഓൾസോ ഹ്യൂമൻ ജസ്റ്റ് ലൈക്ക് ഓൾ ഓഫ് യു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അങ്ങനെ ഞാൻ എഴുതാൻ പാടില്ല. പക്ഷെ ഇവിടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ പാർട്ടിയിലും, അത് ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഇവിടെയുള്ള എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്. എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് അതിലെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ തിങ് ദാറ്റ് ഐ വാണ്ട് ടു ക്ലാരിഫൈ. പിന്നെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടത്, ഈ പോസ്റ്റ് സ്റ്റോറി ഇട്ട സമയത്ത് ഇദ്ദേഹം ഇത് വേറൊരു സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ അച്ഛനെയാണ് ഞാൻ സാറിനെ. അപ്പം പള്ളി അതിന് മാപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സി, ഇത് വളരെ നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യം സാറിനെ അല്ല ഉദ്ദേശിച്ചത്. അത് ന്യൂസ് ചാനൽസ് 10 പേജ് എന്നെ കുറിച്ച് വന്നു. ഇത് ഞാൻ എങ്ങനെ തിരുത്തും എന്ന് എനിക്ക് മനസ്സിലാവണം. ഇനി ഞാൻ ഒന്നും ഇടരുതെന്നും തീരുമാനിച്ചു. എന്താ വെച്ചാൽ ഞാൻ ഇനി എന്തിട്ടാലും അത് പ്രശ്നമാവും. ഞാൻ മിണ്ടാണ്ടിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ കൂടി 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 ഇതിപ്പം സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി സാറിന് അങ്ങനെ പറയില്ല. ഒരിക്കലും സിബി മലയിൽ സാറിന് അങ്ങനെ പറയില്ല. He is one of the best directors of Malayalam cinema. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. I'm a huge fan, sir. ഇത് കാണുന്നുണ്ടെങ്കിൽ I love you and I'm a huge fan of yours. അങ്ങനെ നന്മ പറയുന്നവരെ സ്വീകരിക്കുകയും സ്വാംശീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. താഴെ ഒരുപാട് എന്താ പറയണേ, 22,000-ഓളം കമന്റ്സ് ഉണ്ട്. അതിൽ ഒരുപാടും നെഗറ്റീവായിട്ടും വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. സി, ഒരാളങ്ങനെ തെറ്റേറ്റു പറയുമ്പം അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും ബഹുമാനിക്കാനുമാണ് പഠിക്കേണ്ടത്. ഇത് തന്നെയാണ് അഖിൽ മാരാരുടെ കാര്യത്തിലും. അഖിൽ മാരാരെ കുറിച്ച് നിങ്ങൾ ഓർക്കണം, രാമക്ഷേത്രത്തിന് RSSകാർ അഖിൽ മാരാരുടെ വീട്ടിൽ പോയി വിളിച്ചിട്ട് മറ്റൊരു സമുദായത്തിന്റെ, മുസ്ലിം സമുദായത്തിന്റെ പള്ളി പൊളിച്ച് അവിടെ അമ്പലം പണിയുന്നതിന് ഞാൻ പോകില്ല എന്ന് പറയുന്ന നിലപാടെടുത്ത വ്യക്തിയാണ്. BJPയുടെ വർഗീയ രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമല്ല, അവരുടെ BJPയുടെ വികസന രാഷ്ട്രീയം ഇഷ്ടമാണ്, വർഗീയത ഇഷ്ടമല്ല, അതുകൊണ്ടാണ് 2020-ൽ പോണത് എന്ന് പറഞ്ഞ അഖിൽ മാരാറാണ്. അഖിൽ മാരാറെ എന്താ പറയുക, അഖിൽ മാരാറെയും ചവിട്ടിത്തേക്കാൻ ഒരു അവസരമായിട്ട് ഇത് ഉപയോഗിക്കണം. 40 കോടിയോളം രൂപ 2020-ക്ക് കിട്ടിയെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. വേണ്ട രീതിയിൽ അഖിൽ മാരാറെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ അഞ്ജലി, എന്റെ പൊന്നി ചേട്ടാ, നാട് മുഴുവൻ നടന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഇതാണ്. സിനിമ താൻ അഞ്ജലിക്കും കാശ് കൊടുത്തില്ല എന്നാണ് പറയുന്നത്. കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ എന്ന് BJP 40 കോടി രൂപ BJP സാബു ജേക്കബിന് കൊടുത്തിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ 40 കോടി BJPയുടെ തന്നെ ചില നേതാക്കന്മാർ മറ്റു പലരോട് പറഞ്ഞതിൽ നിന്നും അല്ലെങ്കിൽ എനിക്ക് പണം കിട്ടി എന്ന രീതി 40 കോടി രൂപ എന്തല്ലേ, അതായത് സാബു ജേക്കബിന് പണം കൊടുക്കുമ്പോൾ അത് എനിക്കും കിട്ടുമല്ലോ എന്ന അർത്ഥത്തിൽ എന്നോട് സംസാരിച്ചപ്പോ എനിക്ക് 5 പൈസ കിട്ടിയില്ല. ഇതെന്താന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ എവിടെ ചെന്നാലും ഇതിന്റെ ഇടയിലൂടെ ഞാൻ വൈഫിന്റെ കുറെ ഗോൾഡ് കൊണ്ട് വിറ്റു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഞാൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഒരു C-ക്ലാസ് മണ്ഡലത്തിൽ, BJPയുടെ ഒരു C-ക്ലാസ് മണ്ഡലത്തിൽ, സംഘടനയില്ലാത്ത മണ്ഡലത്തിൽ ഞാൻ വന്ന് മത്സരിക്കുമ്പോൾ BJPയുടെ ഒരു A-ക്ലാസ് മണ്ഡലത്തിൽ നിങ്ങൾ ആരെയാണ് മത്സരിപ്പിക്കുന്നത്, നിങ്ങൾ ആരെയാണ് കൊണ്ടുവരുന്നത്, അതെങ്കിലും എന്റെ അടുത്തൊന്ന് പറയും. അല്ല, അത് നമുക്ക് അങ്ങനെ ഒരാളുണ്ട്, അത് ഭയങ്കര ഭക്തിപരമായി നിൽക്കുന്ന ആളുണ്ട്. ഞാൻ ചോദിച്ചു, മറ്റേ കാഞ്ചി മഠാധിപതി ഞാൻ ചിദാനന്ദപുരി സ്വാമിയാണ് മത്സരിപ്പിക്കുന്നത് ഉദ്ദേശിക്കുന്നത്. ഞാൻ തമാശയ്ക്ക് ചോദിക്കുകയും ചെയ്തു. അതായത് ഭയങ്കര വേറെ അങ്ങനെ ആരാ എന്തൊക്കെയാണ് എന്നോട് പറയുന്നത്, ഈ എന്തൊക്കെയാ മരാന്ന് സംസാരിച്ചു.
ഇത് കഴിഞ്ഞ് ഈ സീറ്റ് നഷ്ടപ്പെട്ടു, തൃക്കാക്കരയിലാണെന്ന് പറയുന്നത്. പിന്നെ എന്റെ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഞാൻ ഇവരുടെ അടുത്ത് കയറി, ഓഫീസിൽ കയറി ഞാൻ ഭയങ്കര ബഹളം വെച്ച് വന്നു തന്നെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ഓഫീസിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അന്ന് അമ്മാതിരി നെറുകേടാണ് എന്റെ അടുത്ത് ഇവർക്കാണ്. സാബു ജേക്കബിനോട് തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഇതിനകത്ത് വന്ന് വെടിവെച്ച് കൊന്നിട്ട് പുറത്തിറങ്ങി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമാണ് നിങ്ങൾ ഒരുക്കിയത്. എന്നെ ഇഷ്ടപ്പെട്ട ഒരു ജനതയെ നിങ്ങൾ എന്നെ വെറുപ്പിച്ചു. നിങ്ങൾ എനിക്ക് പറഞ്ഞ വാക്ക് പാലിച്ചില്ല. നിങ്ങൾ എന്നെ പൂർണ്ണ അർത്ഥത്തിൽ ചതിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് തൃക്കാക്കര നമ്മൾ മത്സരിക്കാൻ വന്നു. തൃക്കാക്കര മത്സരിക്കാൻ വരുന്ന സമയത്ത് ഞാൻ എന്തുകൊണ്ട് തൃക്കാക്കര മത്സരിച്ചു നിങ്ങൾ ചോദിച്ചാൽ, 140 നിയോജക മണ്ഡലങ്ങളുടെ രാഷ്ട്രീയം അതിഭീകരമായി മാധ്യമങ്ങളിൽ ചർച്ച നടക്കുകയാണ്. ഇതിന്റെ ഇടയിലൂടെ ഞാൻ കയറി പറയാണ്, എന്നെ സാബു ജേക്കബ് കൊട്ടാരത്തിൽ സീറ്റ് തരാന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും മൈൻഡ് പോലും ചെയ്തില്ല. അവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തി പരിപൂർണമായും ഇല്ലാതാവും. പിന്നെ ആകെ എന്റെ മുന്നിലുള്ള ഓപ്ഷൻ തൃക്കാക്കരയിൽ മത്സരിക്കുക. എനിക്ക് എത്ര വോട്ട് നേടിയെടുക്കാൻ കഴിയും ആ വോട്ട് അവിടെ നേടിയെടുക്കാൻ ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച സമയത്ത് ഇവർ എന്റെ അടുത്ത് പറഞ്ഞത് 18 കൗൺസിലർമാർ തൃക്കാക്കരയിലുണ്ട്, നമുക്ക് 15,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ കിട്ടിയതാണ്. ഇങ്ങനെ പല സാഹചര്യങ്ങളൊക്കെ പറയുന്നു. അഖിലിന് അവിടെ വലിയ സാധ്യതകളുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് എന്നെല്ലാം പറയുന്നു. 2 പേരാണ് തൃക്കാക്കരയിൽ എന്റെ കൂടെ 2022 വേണ്ടി വർക്ക് ചെയ്യാൻ പൂർണ്ണ സമയം ഉണ്ടായത്. കുറെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. രാഷ്ട്രീയം ഏതും ആകട്ടെ, ഒരു പരിധിക്കപ്പുറം ഒരു രാഷ്ട്രീയക്കാരെയും വിശ്വസിക്കരുത്. അതാണ് അതിന്റെ സത്യം. ഒരു പരിധിക്കപ്പുറം ഒരു രാഷ്ട്രീയക്കാരെയും വിശ്വസിക്കരുത്. അടിസ്ഥാനപരമായ രാഷ്ട്രീയക്കാരൻ എന്ന രാഷ്ട്രീയക്കാരനാണ്, പ്രത്യേകിച്ച് കരിയർ പൊളിറ്റീഷ്യൻ. അവന്റെ ഫുൾ ടൈം ജോലി ഇതാണ്. അപ്പൊ അവർക്ക് അവരുടെ സെൽഫ് പ്രിസർവേഷൻ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ലാർജർ പോയിന്റ്, കേരളത്തിലെ പൊതുസമൂഹം, പേർലി മാണി ആണെങ്കിലും അഖിൽ മാരാർ ആണെങ്കിലും സെലിബ്രിറ്റീസ് ആണ്, നമുക്ക് ഇഷ്ടമുള്ളവരാണ്. അവർക്ക് തെറ്റുപറ്റിയെന്നോ അവര് നിലപാട് ശരിയാക്കി വരികയും മറ്റും ചെയ്യുമ്പോൾ അവരെ അധിക്ഷേപിക്കാനല്ല നമ്മൾ നിൽക്കേണ്ടത്, അവരെ അപമാനിക്കാനല്ല നിൽക്കേണ്ടത്. ആ ചേർത്ത് പിടിക്കൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് എനിക്ക് അഖിൽ മാരാരെയും പേർലി മാണിയും ഇഷ്ടമാണ്. 2 പേരെയും വിമർശിച്ച് ഞാൻ വീഡിയോ ആയിട്ടുള്ളതാണ്. തെറ്റുപറ്റി, അത് ശരിയാണ്, ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ചേർത്ത് പിടിക്കാനുള്ള നന്മയുടെ മനസ്ഥിതി കാണിക്കണം. ആ നന്മയുടെ മനസ്ഥിതിയാണ് ഓരോ ഇന്ത്യക്കാരനെയും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്.